തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി പ്രവർത്തിച്ചു. അനവധി കേസുകളിൽ പ്രതിയായി പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ 12ാമത്തെ സെല്ലിൽ അടയ്ക്കപ്പെട്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. അവിടെ വെച്ച് ബോണ്ടായും പരിപ്പുവടയും പൊതിഞ്ഞുകൊണ്ടുവന്ന് ഒരു 10 ന്യൂസ് പേപ്പറിനകത്തിരുന്ന സുവിശേഷം എഴുതിയ ലഘുലേഖയാണ് എൻ്റെ ജീവിതത്തെ നരസ്നേഹിയാക്കി മാറ്റുവാനിടയായി തീർന്നത്. എൻ്റെ ജീവിതത്തിൽ ആ ഒരു സുവിശേഷം എഴുതിയ ലഘുലേഖ ഒരു വഴിത്തിരിവായി മാറിയത്, എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റിയത് ആ സുവിശേഷം എഴുതിയ ലഘുലേഖയായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പ്രകാരം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലേക്ക് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട് ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ് ആമേശ്വരത്തിൽ ഏത് മനുഷ്യനും രക്ഷാമാർഗമായിട്ടുള്ളത്. കർത്താവിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ അവന്റെ വിളിപ്പുറത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ഇന്നും നസ്രയനായ യേശുക്രിസ്തു അവന്റെ സമീപത്ത് ആ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് ഈ ആറാട്ടുകുഴി പട്ടണത്തിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന, ഇന്ന് ഈ സമയത്ത് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, എന്റെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന യേശുക്രിസ്തുവാണ്. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കർത്താവാണ്. ആ കർത്താവിന്റെ പാദപീഠത്തിൽ നിങ്ങളൊന്ന് കടന്നു വന്നാൽ തീർച്ചയായും നിങ്ങളുടെ അസമാധാനത്തെ മാറ്റി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അതുകൊണ്ടത്രേ ഞങ്ങൾ ഈ സുവിശേഷവും ഈ ലഹരിവിരുദ്ധ സന്ദേശവും നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുവാനിടയായി തീർന്നത്. ആമേൻ. അനവധി മാതാപിതാക്കളുടെ കണ്ണുനീരും കഷ്ടതയും ഞങ്ങൾ ഇതുപോലെ പല കവലകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അനേകർ വന്ന് ഞങ്ങളോട് പറയാറുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് ഒരു മദ്യപാനിയാണ്, എന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്, എന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല. ഇതൊക്കെ അവർ ഞങ്ങളോട് വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ എവർക്കായി പ്രാർത്ഥിക്കുകയാണ്. ആമേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒട്ടനവധി പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങൾ തകർന്ന് അടുത്ത നിമിഷം തന്റെ ജീവിതത്തിൽ എന്തായി തീരുമെന്ന് നിരാശയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം സമൂഹം, ഒരു കൂട്ടം ജനം ഈ ലോകത്തിന്റെ നാനാഭാഗത്തിലുമുണ്ട്. അതുപോലെ ആറാട്ടുകുടി പട്ടണത്തിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിന്റെ പാപത്തെ കഴുകിക്കളയുവാൻ നേർച്ച കാഴ്ചകൾക്കോ ദാനധർമ്മങ്ങൾക്കോ പുണ്യപ്രവർത്തികൾക്കോ ഒന്നും സാധ്യമല്ല. ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. കാൽവരി കുലക്കളത്തിൽ സ്വന്തം പ്രാണനെ ലോകത്തിന്റെ ജനത്തിന് വേണ്ടി നൽകിയ ആ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നീ മാത്രമല്ല നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനിടയായി തീരും. അതുകൊണ്ട് മടങ്ങിവ. ഇന്ന് പകലിൽ നിന്റെ മടങ്ങിവരവിന്റെ പകല, ഇന്ന് പകലിൽ നിന്റെ മാനസാന്തരത്തിന്റെ പകല. നമ്മുടെ കർത്താവ് ജാതി നോക്കുന്ന ദൈവമല്ല, എന്റെ യേശു മതം നോക്കുന്ന ദൈവമല്ല. ആ കർത്താവ് നിന്റെ വിളിപ്പുറത്ത് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ആ സർവശക്തനായ ദൈവത്തെ അത്രേ ഇന്ന് പകൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയത്. ഈ ലോകത്തിലെ പാപക്കറകളെ മാറ്റുവാൻ, ഈ ലോകത്തിന്റെ ജനത്തിന്റെ പാപ സ്വഭാവത്തെ മാറ്റുവാൻ ആ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനല്ലാതെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പച്ചയായ സത്യം ഒരിക്കൽ കൂടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിനെ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, വേണമെങ്കിൽ ഇത് പുറംകാലം കൊണ്ട് തട്ടിക്കളയാം. രണ്ട് വഴി നിങ്ങളുടെ മുമ്പിലുണ്ട്. വേണമെങ്കിൽ ഏറ്റെടുത്തു, വേണമെങ്കിൽ തള്ളിക്കളഞ്ഞു. പക്ഷേ എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇരിക്കുന്നത് ഒരു കടവരാന്തരായിരിക്കാം, ഒരുപക്ഷെ ഭവനത്തിലായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ആമേൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉന്നതനും ഉയർന്നിരിക്കുന്നവരും ശാശ്വതവാസിയും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ ആറാട്ടുകുടി പട്ടണത്തെ ദേശത്തിന് വേണ്ടി ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദേശത്ത് അവിടെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ചുറ്റുപാടും ഞങ്ങളെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന വാഹനം ഓടിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അവയെ ബിസിനസ് വ്യാപാരം ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, കേൾവിക്കാരായി യാത്രക്കാരായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണമേ, അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവരുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതികൂല അവസ്ഥകളെയും അവിടുന്ന് മാറ്റിക്കൊടുക്കേണ്ടതിനായി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അവിടുത്തെ മക്കളുടെ മേൽ വെളിപ്പെട്ടു വരേണ്ടതിനായി ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വർഗം അവിടുന്ന് അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത്, ഈ പട്ടണത്ത് സമാധാനത്തെ കൊടുക്കണമേ, സന്തോഷത്തെ നൽകണമേ. ഈ ദേശത്തെ രാഷ്ട്രീയ പകപോക്കലുകളോ രക്തച്ചൊരിച്ചിലുകളോ ദുർഭരണങ്ങളോ കൊലപാതകങ്ങളോ മറ്റ് അനഷ്ട സംഭവങ്ങളോ പ്രകൃതിക്ഷോഭങ്ങളോ ഒന്നും ഉടലെടുക്കാതെ ഈ ദേശത്തെ ഞങ്ങൾ അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കാവൽ ചെയ്യേണ്ടതിനായി ഇന്ന് പകൽ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദേശത്തെ പട്ടണത്തെ ദൈവത്തിന്റെ
കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദേശത്തെ പട്ടണത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദേശത്തെ പട്ടണത്തെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ, ജനത്തിന്റെ അസമാധാനത്തെ മാറ്റിക്കൊടുക്കണമേ. ഉപജീവന മാർഗത്തിന്റെ വഴികളില്ലാതെ ഭാരപ്പെട്ട്, വാഹനങ്ങൾ ഓട്ടമില്ലാതെ ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട വഴികളെ അവിടെ ഒരുക്കി കൊടുക്കണമേ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സുകൾ മുരടിച്ച് സാമ്പത്തികമായ ഞെരുക്കത്തിലും ഭാരത്തിലും ഇരിക്കുന്നവരെ അവിടുന്ന് കർത്താവേ ഒരു വിശാലതയിലേക്ക് അവരുടെ ബിസിനസ്സുകളെ എത്തിക്കണമെന്ന് അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾക്ക് സമാധാനമില്ലാതെ സാമ്പത്തിക ഞെരുക്കം മൂലം പലവിധമായ രോഗങ്ങളാൽ അടിമപ്പെട്ട് ഭാരപ്പെട്ട് നിരാശയിലിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് രക്ഷിക്കേണ്ടതിനായി ഞങ്ങൾ അവിടത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ശബ്ദവലിക്കുള്ളിൽ ഇതുവരെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. അവിടെ അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവത്തിന്റെ കൃപ കൊണ്ട് അവിടെ നിറയ്ക്കണമേ കർത്താവേ. അവിടുത്തെ വരവനായിട്ട് അവിടെ ഒരുക്കണം. ശുശ്രൂഷിച്ച സാക്ഷ്യം പറഞ്ഞ ഇവിടെ ദാസീദാസന്മാരെല്ലാവരെയും അവിടെ നിന്ന് ബലപ്പെടുത്തണമെന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവഭൃത്യന്മാർക്കായി സ്തോത്രം. അടുത്ത കവലയിലേക്ക് ഞങ്ങൾ കടന്നു പോകട്ടെ. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന യാത്ര കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.